സാധാരണ ദിവസങ്ങൾ പോലത്തെ ഒരു ദിവസമല്ല ഇന്നെൻ്റെ രൂപവും കോലവും ഒക്കെ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമസ്ഥർ എന്നോട് പ്രത്യേകം പറഞ്ഞു, മുടി അവിടെ വെട്ടിക്കളഞ്ഞോളുക, ഈ കാട് പിടിച്ച രൂപത്തിൽ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനാണെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉടമസ്ഥർ പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. അതായത് പിതാശ്രീ കർശനമായി പറഞ്ഞിട്ടുണ്ട് മുടി വെട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ എളിയ കാട് നാം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ പറ, എൻ്റെ രൂപം മാറിയിട്ടുണ്ടെങ്കിൽ പറയണം. കാരണം എല്ലാവരും പറയുന്നു രൂപം മാറിയെന്ന്, അതായത് വീട്ടുകാരാണേ അപ്പൊ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുടി വെട്ടാൻ അങ്ങ് തീരുമാനം എടുത്തു. ഇന്ന് മുടി വെട്ടുന്ന ദിവസവുമാണ്. മുടി വെട്ടി ഞാൻ ഏത് രൂപത്തിലേക്ക് മാറുമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇരിക്കാൻ പോണെന്ന് ഞാൻ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ മുടി നിങ്ങളെങ്ങനെ കാണിച്ചിട്ട് മുടിയൊക്കെ കാര്യം കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ട്രിമ്മർ ഇട്ടിട്ട് സീറോ ബ്ലേഡിൽ മൊത്തം കൂടെ അടിച്ചാലും ഇത് തന്നെയാണ് പരിപാടി. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ താഴെ ഇത്രയും മുടി ഞാൻ വളർത്തുന്നത്. ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തിയിട്ടില്ല. ഇത് വളർന്നു എന്ന് വെച്ചാൽ പലരും വളർത്തേണ്ട പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ ഇത്രയൊക്കെ വളർത്തിയിട്ടുണ്ടെന്ന്. അപ്പം എന്തെങ്കിലും ആവട്ടെ, ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവാണ്. ഇന്നൊരു മുടിവെട്ട് ദിവസമാണ്. എനിക്കെന്തോ ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നു. ആദ്യമായിട്ട് എനിക്കൊരു മുടി വെട്ടുന്ന ദിവസത്തെ വ്ലോഗ് ചെയ്യണേ. അപ്പോൾ കാലത്ത് തുടങ്ങിയെന്ന് ഉള്ള പരിപാടി എന്ന് പറയുന്നത് പല്ലിയപ്പാണ്. പല്ലിയപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഇരിപ്പിനാണ് ഞാൻ ഇപ്പോൾ നിൽക്കണേ. ഇനി നമ്മുടെ പരിപാടി ക്ലാസ്സിൽ പോവാം. ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആഴ്ചയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്നലെ. ഇന്നത്തെ വ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കാണ്. അപ്പോൾ അത് ക്ലാസ്സിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 7 മണിക്ക് ആണ് മുടിവെട്ട്. നമുക്കിനി ആ ഒരു ഘട്ടം ആവുമ്പോൾ ബാക്കി പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് നിങ്ങൾ ആസ്വദിക്കും. കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്നൊരു നല്ല കാലാവസ്ഥയുള്ള ദിവസമാണ് കേട്ടോ. ഇത്രയും ദിവസം മഴയും കാറ്റും തണുപ്പും ഒക്കെയും കൊണ്ടും വീർപ്പ് മുട്ടായിരുന്നു. ഇന്ന് നല്ല ഒരു ദിവസമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ സൂര്യനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. വിറ്റാമിൻ ഡി നമ്മുടെ മേത്തേക്കും കൂടെ ഒഴുകുന്ന പോലെ. ആഹാ, എന്തായാലും ആവട്ടെ, നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് ഇന്നലെ വരെ നിങ്ങളും കണ്ടതല്ലേ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന്. മഴ, തണുപ്പ്, കാറ്റ്, അയ്യോ. ഇന്നിപ്പോൾ എല്ലാം ശുഭം. ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന പരിപാടിയായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. 3 ക്ലാസ്സാണ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എടുക്കാനുള്ള. കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വേറെ ദിവസം ഇങ്ങോട്ടൊക്കെ കുഴച്ച് തിരിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് ഇനി പറയാൻ എന്നെ കൊണ്ട് വയ്യ. അത് എനിക്ക് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് മനസ്സിലായേക്കണേ. അപ്പോൾ അത് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകണം. ക്ലാസ്സിൽ കാണിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. 3 ക്ലാസ്സും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി നടന്നതെന്നൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. ഇനി ക്ലാസ്സിൽ പോട്ടെ. ഈ പാർക്കിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പോസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പാർക്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് പറയാനല്ല, നമ്മുടെ ഇന്നത്തെ ആഘോഷകരമായ ക്ലാസ് യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. 3 എണ്ണം എങ്ങനെയൊക്കെയോ ചവിട്ടി തിരിച്ച് തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഒട്ടും. പക്ഷേ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്താ, അതുകൊണ്ട് തന്നെ തീർത്തിട്ടുണ്ട്. എൻ്റെ ഇടയിൽ സമയം കിട്ടിയില്ല ഓരോ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യത്തെ ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്, അത് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരു ടീം വരുന്നുണ്ട്, ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ. അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി, അതായത് ആ ടീച്ചറിൻ്റെ കുറച്ച് ക്ലാസ് കാര്യങ്ങൾ, പ്രാക്ടിക്കൽ സെക്ഷൻ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ ക്ലാസ് വേറൊരു ദിവസത്തിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതും ചെയ്തു. അത് ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ആകെ മൊത്തത്തിൽ. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങടേക്കുള്ളൊരു യാത്രയിലാണ് നോം ഇന്ന് നടന്നാ പോകുന്നത്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ പല പുതിയ വഴികളിലൂടെയും നോം എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്ന പാർക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു സുഖമല്ലേ. നമ്മളെല്ലാ ദിവസവും സ്ഥിരം പോകുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് വേറെ റൂട്ടിൽ നടന്ന് ബിദ്രോങ്കയിലേക്ക് പോകുന്നു. ഏതാണ്ട് തറയുണ്ട്, നമ്മുടെ സ്ഥിരം റൂട്ടിലേക്ക് തറയായിട്ടുണ്ട്. നല്ല രസമല്ലേ ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാർക്ക് കാര്യങ്ങളൊക്കെ വരുമോ? ഇതൊക്കെ ഇത്രയും സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ കുറച്ചും കൂടി സെറ്റ് ആക്കി ഇവിടെ ഇതുമൊക്കെ പൂക്കളോ മറച്ച് എന്തായാലും ആവട്ടെ. നമുക്ക് എന്തായാലും ബിദ്രോങ്കയിലേക്ക് പോവാം. ബിദ്രോങ്കയിൽ ഓഫർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാം വിചാരിച്ചാൽ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കൗഫ്ലൻഡോ ലിഡിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി എടുക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ബിദ്രോങ്കയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ബിദ്രോങ്കയിൽ സാധനങ്ങൾക്ക് ഓഫറൊക്കെ ഉണ്ടെന്ന് പറയാനുണ്ട്. പക്ഷേ പറ്റിക്കപ്പെട്ട് ഇത്രയും സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഈ ഒരു സാധനം പോലെ അകത്തില്ല, ഒക്കെ തീർന്നു. പാലില്ല, മുട്ടയില്ല, കോഴിയില്ല, തക്കാളി ഉണ്ട്, ഉരുളൻകിഴങ്ങില്ല, വെറുതെ വന്നു. അപ്പം നമ്മളെന്ത് തീരുമാനിച്ചു, അടുത്ത സ്ഥലം കൂടി ആവും, ഒന്നല്ലെങ്കിൽ ലിഡിൽ അല്ലെങ്കിൽ കൗഫിലുണ്ട്. അപ്പോഴത്തെ ആ ഒരു മൈൻഡ് അനുസരിച്ച് നമുക്ക് കയറാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്, സാധനം മേടിക്കേണ്ട പറ്റില്ല. ഇന്നത്തെ ക്ലാസ് പരിപാടികൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സമയമുണ്ട്, നേരെ നമുക്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാം. ലിഡിലിൽ കയറി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണ പ്രത്യേകിച്ച് ആർഭാടായിട്ട് ഓഫറൊന്നും ഇല്ലായിരുന്നു. ഉണ്ട് എന്ന് കാണിച്ച സാധനം കഴിഞ്ഞു, എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആൾക്കാരൊക്കെ ഓഫർ നോക്കി മേടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ലിഡിലും നമ്മളെ പ്ലിക്കി. കൗഫ്ലൻഡിൽ പോകാൻ പറ്റിയില്ല, കാരണം കൗഫ്ലൻഡിലേക്ക് പോണ റൂട്ടിലേക്കുള്ള വണ്ടി അത് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കി, വന്നില്ല. പിന്നെ വേറെ റൂട്ട് വന്നു, ലിഡിൽ കയറി. ലിഡിൽ ഓഫറുള്ള സാധനങ്ങളൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, എനിക്ക് മേടിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൊറോണ മോളിലേക്ക് വന്നേക്കണേ. അവിടെ ഔഷനുണ്ട്, ഔഷനിൽ നോക്കാം. ഔഷനും കൂടി നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്താൽ എനിക്കറിയില്ല. മേ ബി വേറെ ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച പോയിനി നോക്കി നോക്കാം എന്തായാലും. അപ്പം ഇനി നേരെ ഔഷനിലേക്ക്. 2-ൽ പിഴച്ചാൽ 3-ൽ സെറ്റാവുന്നല്ലേ, അതൊന്ന് അനിവർത്ഥമായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിദ്രോങ്ക ചീറ്റി, ലിഡിൽ ചീറ്റി, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഔഷനിൽ വന്നപ്പോൾ ഔഷനിൽ ഒരു പുഴ പോലെ ഓഫറുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളങ്ങ് വാങ്ങി. ഉരുളക്കിഴങ്ങിന് കിലോയ്ക്ക് 2 സ്ലോട്ട് ഈ ടൈപ്പ്, സവോള 300 മിൽസ് മേടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇരിപ്പുണ്ട്, പോർക്ക് ഇരിപ്പുണ്ട്, ഇവിടെ താഴെ ബീൻസ് ഇരിപ്പുണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട്. എന്തോ 2 സ്ഥലത്ത് ഓഫറൊന്നും കിട്ടിയില്ല, 3-ാമത്തെ സ്ഥലത്ത് നല്ല ഓഫറുണ്ട്. ഇതൊക്കെ ഇതല്ലേ, വഴുതനങ്ങയ്ക്ക് 4.99 ഞാൻ വന്നെടുത്തോളാം. പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ഓഫറുണ്ട്. പക്ഷേ മീൻ ഉണ്ടാക്കാൻ ഈ ആഴ്ച എൻ്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അത് മേടിക്കുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾക്ക് ഓഫറുണ്ട്, ഓരോന്നൊക്കെ കയറി ഇറങ്ങി മേടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഔഷനിൽ നിന്നാണ് ഈ ആഴ്ചയിലത്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം മേടിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാള ഉണ്ടോയെന്ന് നോക്കിയിട്ട് എന്തായാലും പോവാം. ചാള ഉണ്ട്, പക്ഷേ അത് വളരെ വളരെ പഴയതേ കണ്ടില്ലേ, ചാള മേടിക്കുന്നില്ല. അത്രയൊക്കെ ഉള്ളൂ. ഔഷനിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിശന്ന് വലഞ്ഞൊരു പരിവായി. അപ്പോൾ ഹോസ്റ്റലിൽ പോണേക്കാളും മുന്നേ ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ എന്തേ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഇത് കഴിക്കുക, പോവുക, എന്നിട്ട് അടുത്ത പരിപാടി. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുള്ളൂ, ഇന്ന് കാലത്തോട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കയറി കഴിച്ചു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തൊരു 10 മണി തൊട്ട് 3 മണി വരെ 6 സ്ലോട്ടി 100 ഗ്രാമിന്, 4 മണി തൊട്ട് 4:30 വരെ 5.5 സ്ലോട്ടി, 4:30 തൊട്ട് 5 മണി വരെ 3.5 സ്ലോട്ടി. ഇപ്പം സമയം എന്ന് പറയുന്നത് 4:45. അപ്പോൾ ഗ്രാമിന് 3.5 സ്ലോട്ടി വെച്ചിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. അപ്പം ശരി. ഒരു വിഭാഗം ആൾക്കാരുണ്ട് പൊതുവെ ചൊവ്വാഴ്ച മുടി വെട്ടാൻ തോന്നുന്ന കൂട്ടർ. നാട്ടിലാണെങ്കിൽ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ്, കാരണം കട തുറക്കില്ല. പക്ഷെ വിദേശത്തൊക്കെ ചൊവ്വാഴ്ച കട തുറക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത അപ്പോയിൻമെൻറ്റ് സാക്ഷാത്കരിച്ച് മതിയാവും, കാരണം ഇന്ന് കട തുറക്കും, മുടിയും വെട്ടണം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആണെങ്കിലും നമ്മൾ ഇവിടെ മുടി വെട്ടും. അങ്ങനെയാണ്. ഒരു ചെറിയ വിഷമം എവിടെയൊക്കെയോ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വെട്ടിയേ പറ്റൂ. അപ്പോയിൻമെൻ്റ് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശുവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും പോട്ടെ, നീ വണ്ടി ഇടിച്ച് ഞാൻ ചാവും. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഈ ലുക്കിൽ നിന്നും മാറും. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താലേ ഇവിടെ മുടി വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി മുടി വെട്ടിയിട്ട് രൂപം മാറിയിട്ട് കാണാം. വൃത്തിയേടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു രൂപവും ഭാവക്കത്തിലിരിക്കണത്. നിങ്ങളല്ലാണ്ട് വേറെ ആരെ കാണിക്കേനെ? ഇതൊക്കെ ഒരു രസം. ഇപ്പം ഇങ്ങനെ ഇരിക്കണേ, കണ്ടില്ലേ? കുഴപ്പമില്ല, വൃത്തിയേടൊന്നുമില്ല. പക്ഷേ എന്തോ വെട്ടണം എന്നാണ് എൻ്റെ പിതാശ്രീ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വെട്ടിയേക്കാം, കൊളാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെട്ടാം. നമ്മൾ വിചാരിച്ച പോലെ ചെറിയ ആളല്ല കേട്ടോ, ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ള വലിയ ആളാണ് പുള്ളി. ബൈ ബൈ. അപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുടിവെട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറ. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് മൊത്തത്തിലൊന്ന് നോക്കിയേ. 1 മിനിറ്റ് ഇപ്പോൾ ഞാൻ പിടിച്ച് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പിടിച്ചേ, 1 മിനിറ്റ് ഒന്ന് പിടിച്ചേ, ചുമ്മാ ഒന്ന് പിടിച്ചേ, വെറുതെ ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇരുട്ടാണ്ടിരിക്കണം, വെളുത്താണ് ഇരിക്കണം. ഇരുട്ടാണ്, അന്ന് ഇപ്പുറത്തേക്ക് നിൽക്കുമോ?
ചുമ്മാ അവിടെ ഇങ്ങനെ നിന്നാലോ? ഒന്ന് ഇവിടെ വെക്കാം. ഇപ്പോൾ എടുത്തോണ്ടൊന്ന് പ്രതീക്ഷിക്കണം. ഇതെങ്ങനെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സൈഡ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.